ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നവംബർ 12 പാശ്ചാത്യ ശീഷ്മ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന വിഭജനം കത്തോലിക്ക സഭയിൽ സംഭവിച്ചത് 1054 1054 സഭ നെടുകെ പിളർന്നു എന്ന് പറയാം. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പൗരത്യ സഭകളും റോമ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പാശ്ചാത്യ സഭകളും തമ്മിൽ വിഭജനമായിരുന്നു. അത് സാംസ്കാരികവും രാഷ്ട്രീയവും ദൈവശാസ്ത്രപരമായ ഭിന്നതകൾ ഉണ്ടായിരുന്നു പശ്ചാത്തലത്തിൽ. മൂന്ന് പ്രശ്നങ്ങൾ മൂലമാണ് കാര്യങ്ങൾ വഷളായത്. ഒന്ന്, ബൈസന്റൈൻ ആരാധനക്രമം, പൗരസ്ത്യ ആരാധനക്രമം. 2, വൈദികരുടെ വിവാഹം. 3, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണോ പുറപ്പെടുന്നത്, ഫീലിയോക്കെ കോൺട്രവേഴ്സി. എന്നാൽ ഇതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നം റോമായുടെയും റോമാ രൂപതയുടെ മെത്രാനായ മാർപ്പാപ്പയുടെയും അധികാരത്തെ ചൊല്ലിയായിരുന്നു. ഇങ്ങനെ ഈ ദൈവശാസ്ത്രപരമായ കാരണങ്ങൾ, രാഷ്ട്രീയമായ കാരണങ്ങൾ, ആരാധനാക്രമം, ഇങ്ങനെയെല്ലാം ചൊല്ലിയാണ് പാശ്ചാത്യ ശീഷ്മയുണ്ടായത്. ആ വിഭജനം കഴിഞ്ഞ് 5 ശതകങ്ങൾ പിന്നിട്ടപ്പോൾ പോളണ്ട്, ലിത്വാനിയ ചൊല്ലി ബെലാറസ്, യുക്രൈനൊക്കെ, ആ പ്രദേശം ഓർത്തഡോക്സ് മെത്രാപ്പൊലിത്ത റോമായിലെ മാപ്പാപ്പയുടെ കീഴിൽ തൻ്റെ സഭയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. 1995-96 കാലയളവിലെ സൂനോദോസിലാണ് ഈ തീരുമാനമെടുത്തത്. അപ്പോൾ അന്നൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യന് 15 വയസ്സ്. പല വിശ്വാസികളും മെത്രാന്റെ തീരുമാനത്തെ അനുകൂലിച്ചില്ല. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ വാക്കേറ്റമായി, കയ്യാങ്കളിയായി. അവർ തമ്മിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ച് രക്തസാക്ഷിയായിട്ട് മരിച്ചു. അന്ന് 15 വയസ്സുണ്ടായിരുന്ന പയ്യൻ. അയാളുടെ പേരാണ് ജോസഫാത്ത്. ലിത്വാനിയയിൽ നിന്നുള്ള രക്തസാക്ഷി. 1550 ജനിച്ചു, 1623 മരിച്ചു. പൗരത്യ സഭകളിൽ നിന്നുള്ള വിശുദ്ധൻ. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനവും പുനരൈക്യം സ്ഥാപിക്കാൻ ഇറങ്ങിത്തിരിച്ച ജോസഫാത്ത് ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അതിന് പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം പ്രാണനാണ്. സമാധാനം സ്ഥാപിക്കാൻ നമ്മളും ഇറങ്ങിത്തിരിക്കുമോ? വിശുദ്ധരായി ജീവിക്കുകയും വിശുദ്ധരായി മരിക്കുകയും രക്തസാക്ഷികളായി മരിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാണോ സമാധാനം കൊണ്ടുവരാൻ? ആ സമാധാനം എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം എന്ന് മാത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.